മിനിസ്റ്റർ ഒ.ജെ. ജനീഷിനും അതേപോലെ തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഓൾറെഡി ഈ വീഡിയോ ഞാൻ ടാഗ് ചെയ്യുന്നതായിരിക്കും. ഈ കോളേജിന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലുള്ള അധികാരികളുടെ അടുത്ത് പറഞ്ഞിട്ട് ഇതിന് യാതൊരു രീതിയിലുള്ള നടപടി ഉണ്ടാകില്ല എന്ന് പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. കുറേ പേരൊക്കെ അറിയാവുന്നതുപോലെ ഞാൻ ഇപ്പോൾ കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ MA ഫിലോസഫി 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ ഗ്രൗണ്ടിലാണ്. ഇത് ഗ്രൗണ്ടാണെന്ന് പറയാൻ പറ്റില്ല, ഒരു കാട് പിടിച്ച് മൊത്തത്തിൽ കിടക്കാണ്. ഇതൊന്ന് ക്ലീനാക്കി ഒന്ന് വൃത്തിയാക്കി ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ആക്കാനായിട്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി അധികൃതർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിനൊരു മാറ്റം വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ക്യാമ്പസിൽ തന്നെ ഈ ഗ്രൗണ്ട് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളോട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ ഗ്രൗണ്ട് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് മാത്രം അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതിന് കീഴിൽ 100-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. സ്പോർട്സ് വിഷയമായിട്ട് പഠിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ യൂണിവേഴ്സിറ്റിയിലെ ഈ ഗ്രൗണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത്. അപ്പോൾ ഇതിനൊരു മാറ്റം വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ ഗ്രൗണ്ടിൻ്റെ ചുറ്റുപാട് നോക്കിയാൽ നമുക്കറിയാം, മൊത്തത്തിൽ കാട് പിടിച്ച് മരങ്ങൾ, ഒരു ഗ്രൗണ്ട് ഏത് രീതിയിൽ നശിക്കാൻ പറ്റുമോ ആ രീതിയിൽ നശിച്ചിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ ആഗ്രഹിച്ചിട്ടും അവർക്ക് ഇവിടെ ഒന്ന് കളിക്കാനോ അല്ലെങ്കിൽ ഈ ഗ്രൗണ്ട് ഉപയോഗിക്കാനോ ഒരു രീതിയിലും പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഒരു നെറ്റ്സും അതേപോലെ സ്പോർട്സിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്യുപ്മെൻറ്റ്സൊക്കെ വയ്ക്കാനായിട്ടുള്ള ഒരു കെട്ടിടവും അങ്ങനെയുള്ള പല കാര്യങ്ങൾ വന്നാൽ ഇത് കൂടുതൽ നല്ല രീതിയിലേക്കാവും. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കലാകായിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ക്യാമ്പയിൻ ചെയ്യാറുണ്ട്. എല്ലാ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലും അതിനുള്ള പ്രോഗ്രാമുകളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ പല എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെയും ഗ്രൗണ്ടുകളൊക്കെ ഇതേപോലെയാണ് കിടക്കുന്നത്. ഇത് നല്ല കാടാണ്, ഇത് കണ്ടാൽ അറിയാം. കണ്ടോ, ഇതൊക്കെ കാട് കണ്ടോ. യൂണിവേഴ്സിറ്റിയിൽ ഇവിടുത്തെ സെക്ഷനിൽ വെറുതെ കയറി നമ്മൾ പരാതി കൊടുത്തിട്ടോ അപേക്ഷ കൊടുത്തിട്ടോ ഒന്നും ഒരു പ്രയോജനമില്ല. ഒരു ശാശ്വതമായ പരിഹാരം ഇവിടെ ഉണ്ടാവാറില്ല. ഒന്നാമത് ഇവിടുത്തെ VC-നെ കണ്ടിട്ട് ഇപ്പോൾ ഞാൻ തന്നെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് VC-നെ ഒന്ന് കാണാനായിട്ട്, VC-യുടെ സവിശേഷ അധികാരം ഉപയോഗിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ആ VC-നെ കാണാനായിട്ട് ഞാൻ തന്നെ ഒരു 3 മാസത്തിലധികമായിട്ട് ഞാൻ നടക്കുന്നു. പക്ഷേ അദ്ദേഹത്തിനെ കാണാൻ പറ്റിയിട്ടില്ല, ഇതുവരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഓരോ സെക്ഷനിൽ ചെല്ലുമ്പോൾ VC-ക്കാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷേ VC-നെ ആണെങ്കിൽ കാണാനില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ബഹുമാനപ്പെട്ട VC-യും ഇതൊക്കെ കാണണം. കാരണം VC-യുടെ ചുമതലയുടെ കീഴിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ ഗ്രൗണ്ട് ഈ രീതിയിൽ ഇങ്ങനെ കിടന്നിട്ടും ഒരു നടപടി സ്വീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ VC-മാരെ നിയമിക്കുന്നവരാരായാലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഭാരിച്ച ഉത്തരവാദിത്വം കൊടുക്കാതിരിക്കുക. ഒരു VC-ക്ക് 5-6 യൂണിവേഴ്സിറ്റിയുടെ ചുമതലയൊക്കെ കൊടുത്തിട്ട് അവസാനം ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്താത്ത VC-മാരാണ്. ഒരു യൂണിവേഴ്സിറ്റിയിലെ കാര്യം കൃത്യമായിട്ട് നടക്കില്ല. ഇപ്പോൾ ഈ കാലടി യൂണിവേഴ്സിറ്റിയിലെ അവസ്ഥ തന്നെ കണ്ടോ. ഇവിടെ തന്നെ എന്തോരം വിദ്യാർത്ഥികളെന്നറിയാം VC-നെ ഒന്ന് കാണാൻ അല്ലെങ്കിൽ VC-യുടെ അടുത്ത് ചെയ്യേണ്ട പല കാര്യങ്ങൾക്കായിട്ട് നടക്കണം. ഓരോ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഫയൽ അപ്പുറത്തേക്ക് പോയി ഇപ്പുറത്തേക്ക് പോയി എന്നല്ലാതെ ഒന്നിനൊരു തീരുമാനം ഉണ്ടാവാറില്ല. എനിക്ക് കൃത്യമായിട്ട് അനുഭവം ഉള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. അപ്പോൾ ഭീകരമായ അവസ്ഥയാണ്. ഇതിൽ മൊത്തം പാമ്പും പഴുതാരയും ഒക്കെ ആയിരിക്കുള്ളൂ. ഇതിൽ പെരുമ്പാമ്പ് വരെ ഉണ്ടാവും ഇതിനകത്ത്, അണലിയും എല്ലാ സാധനവും ഉണ്ട്. മുറ്റത്ത് കാണുന്നത് ആ മതിൽ വരെ ഗ്രൗണ്ടാണ്. അവിടെ ഒരു മതിലുണ്ട്, ആ മതിൽ വരെ ഗ്രൗണ്ടാണ്. സ്റ്റേഡിയം തന്നെ ഉണ്ടാക്കാനുള്ള ഏരിയ ഉണ്ട്. ശരിക്കും പറഞ്ഞ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയോ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയോ ആലടി പ്രദേശത്ത് തന്നെ ഇത്രയധികം സ്ഥലമുള്ള ഒരു ഗ്രൗണ്ടിൻ്റെ സ്ഥലമുള്ള വേറൊരു ഏരിയയില്ല. അപ്പോൾ ഇതിനൊരു മാറ്റം വരണം. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം. പരമാവധി എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യണം. ഇത് വെറുതെ ഈ പറച്ചിലിൽ മാത്രം ഒതുങ്ങാതെ ഇതിന് നടപടി സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് ഇതൊരു നല്ലൊരു ഗ്രൗണ്ടായി മാറാനായിട്ട് നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട യുവജനക്ഷേമ സ്പോർട്സ് മിനിസ്റ്റർ ഒ.ജെ. ജനീഷിൻ്റെ മുൻപാകെയും അതേപോലെ തന്നെ നമ്മുടെ അങ്കമാലിയുടെ പ്രിയപ്പെട്ട MLA-യും അതേപോലെ തന്നെ മന്ത്രിയുമായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ റോജി എം ജോണിൻ്റെയും ശ്രദ്ധയിലേക്ക് ഞാൻ ഈ ഗ്രൗണ്ടിൻ്റെ കാഴ്ചകൾ കാണിക്കുകയാണ്. ഇത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്തെന്നറിയോ, ഇവിടെയുള്ള ഒരു കാര്യവും ശരിയാക്കാനായിട്ട് ഈ യൂണിവേഴ്സിറ്റിയിലുള്ള അധികൃതർക്ക് സമയവുമില്ല, അവർ ചെയ്യൂല. അങ്ങനെ മടുത്തിരിക്കേണ്ട അവസ്ഥയിലാണ് ഈ ഗ്രൗണ്ടിൻ്റെ കാര്യം ഞാൻ
നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത്. ഇതേപോലെ ഒരു ഗ്രൗണ്ട് ഇങ്ങനെ നശിച്ച് നാറാണക്കല്ല് പിടിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് അതിൽ ഭയങ്കര സങ്കടമുണ്ട്. മനമാറ്റം ഉണ്ടാവണം. കാരണം വെറുതെ ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അവിടെ ആ യൂണിവേഴ്സിറ്റിയിലെ ഈ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിലേ ഈ ക്യാമ്പസ് ഉള്ളൂ, ഈ യൂണിവേഴ്സിറ്റി ഉള്ളൂ. ഈ ശമ്പളം വാങ്ങിക്കുന്ന അധികാരികൾക്ക് ശമ്പളം കിട്ടുള്ളൂ. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ക്യാമ്പസിൽ തന്നെ വിദ്യാർത്ഥികളുടെ എണ്ണം ഓരോ വർഷം കഴിയുന്തോറും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ചുരുങ്ങാതിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ഗ്രൗണ്ട്. വളരെ മനോഹരമായി നിലനിർത്തേണ്ട ഒരു ഗ്രൗണ്ടിൻ്റെ അവസ്ഥ ഇതാണ്. ഇത് സംശയമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ യൂണിവേഴ്സിറ്റിയിൽ എത്താണെങ്കിൽ ഇത് നേരിട്ട് ഈ ഗ്രൗണ്ടിൻ്റെ സാഹചര്യം അവസ്ഥയും കാണാവുന്നതാണ്. കാട് പിടിച്ച് വരുമ്പോൾ നിങ്ങൾ ഒരു സന്ധ്യ ആവണേക്ക് മുമ്പ് ഈ കോളേജിലേക്ക് വരണം. അതേപോലെ തന്നെ ഒരു ഉച്ച സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പരമാവധി ഇവിടുത്തെ ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ രക്ഷ നേടാനായിട്ട് സാധിക്കും. ഇതിൽ കൂടുതൽ ഒരു തെളിവ് എനിക്ക് തരാനായിട്ടില്ല ഈ ഗ്രൗണ്ടിൻ്റെ സാഹചര്യം മനസ്സിലാക്കാനായിട്ട്. ഇത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തുറന്നു പറയാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കൊന്നും പറയാനുള്ള ഭയം, അതേപോലെ തന്നെ ചിലവർക്ക് ഇത് പിന്നെ എന്ത് കാര്യം ഇവിടെ നടന്നാലും അതിലൊന്നും ഇടപെടണ്ടെന്ന് വിചാരിച്ച് നടക്കണ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ആഗ്രഹിക്കത്തില്ല. നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അല്ലെങ്കിൽ വൃത്തികേടായിട്ട് കിടക്കുന്നതിൻ്റെ കാരണം നമ്മൾ അന്വേഷിച്ച് അത് ക്ലീൻ ആക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഈ കോളേജിൽ മാത്രമല്ല, ഇനി കേരളത്തിലെ ഇന്ത്യയിലെ മൊത്തം മനുഷ്യർക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ക്യാമ്പസിലെ ഗ്രൗണ്ട് എത്രയും പെട്ടെന്ന് ക്ലീനാക്കി തരണം, വൃത്തിയാക്കി തരണം. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഫുട്ബോൾ കളിക്കാനും, അതേപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കാനും, ബേസ്ബോൾ കളിക്കാനും, സോഫ്റ്റ് ബോൾ കളിക്കാനും, അതേപോലെ അത്ലറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടവർക്കും അങ്ങനെ പലതരത്തിലുള്ള ഗെയിമുകൾക്കായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു നല്ല നിലവാരമുള്ള ഒരു ഗ്രൗണ്ടാക്കി മാറ്റാനായിട്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ക്യാമ്പസിലെ സ്പോർട്സിനെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അതേപോലെ തന്നെ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ 100-ലധികം വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഈ കാലടി പ്രദേശത്ത് തന്നെ ഒരു മനോഹരമായ ഗ്രൗണ്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഈ ഗ്രൗണ്ടിൻ്റെ കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അധികാരികൾ ഇതിന് എത്രയും പെട്ടെന്ന് മാറ്റമുണ്ടാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.